ഒരു 100 പ്രാവശ്യം ഊട്ടി പോയി കഴിഞ്ഞാലും പിന്നെയും ഊട്ടിയിലേക്ക് പോകാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നത് അവിടുത്തെ അറ്റ്മോസ്ഫിയർ ആണ് അല്ലേ. ഞാൻ ഇതിവിടെ പറയാൻ കാരണം ഞാൻ ഏകദേശം ഒരു 15ാമത്തെ തവണ ഊട്ടി പോയി വരുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി വരുമ്പോൾ എടുത്തൊരു ഫോട്ടോ ആണിത്. ഈ ഫോട്ടോ ഞാൻ ഇവിടെ ഇടാൻ എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാനാണ്. ഈ ബ്ലാക്ക് ടീഷർട്ട് ഇട്ട എൻ്റെ ഫ്രണ്ടായ അബിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ, അതിലൂടെ നമ്മളുടെ മാറ്ററിലേക്ക് വരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അബി എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാധനത്തിൻ്റെ പേര് എന്നോട് മറന്നുപോയി. എനിക്ക് ചോളം അങ്ങനെയാണോ പേര്? നിങ്ങൾ ഇതിൻ്റെ പേരറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അബി, നിങ്ങൾ മൈജി എന്ന് കേട്ടിട്ടുണ്ടോ? മൈജി. അബി മൈജിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത് കേട്ടോ. മൈജിയിൽ ജോലി കിട്ടി. പക്ഷേ ഇവൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം പഠനം കഴിഞ്ഞിട്ടും അബി വെറുതെ നടന്നു, ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇങ്ങനെ നടന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഇവൻ ഭയങ്കര ലേസി ആയിപ്പോയി. ഒന്നും ചെയ്യാനൊരു താല്പര്യമില്ലാതെ ഒരു മരവിച്ച് പോകുന്ന ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി ഇവൻ. സോ ഇവൻ മൈജിയിൽ നിന്ന് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അവിടെ കറക്റ്റ് ടൈമിന് വർക്കിന് പോകുന്നില്ല, വർക്ക് കഴിയുന്നതിൻ്റെ മുന്നേ നേരത്തെ ഇറങ്ങി വരിക, കസ്റ്റമേഴ്സിനെ നല്ലോണം ഡീൽ ചെയ്യുന്നില്ല, ഒരു സിൻസിയാരിറ്റി കാണിക്കുന്നില്ല. ഇങ്ങനെ ഒരു വർക്ക് ശരിക്കും ഒരാളെ നമ്മളൊരു പണി ഏൽപ്പിച്ചാൽ അവരെടുത്ത് നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതിൻ്റെ 1% പോലും കൊടുക്കാൻ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് പറയല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അത് ചെയ്യാറില്ലായിരുന്നു. ഇവൻ്റെ സാറിൻ്റെ പേരാണ് മനു സാറിനെ കുറിച്ച് ഇവൻ എപ്പോഴും ഇങ്ങനെ പറയും, മൻസാർ നല്ലൊരു മനുഷ്യന്, അല്ലെങ്കിൽ എന്നോ പുറത്താക്കേണ്ടിയായിരുന്നു. സംഭവം മനു സാറിനും അറിയാം ഇവൻ ഇത്രയേറെ ഉഴപ്പാണെന്ന്. മനു സാർ ഇവൻ ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് വിചാരിച്ച് ഇവൻ എന്ത് ചെയ്തില്ല, ഫയർ ചെയ്തില്ല, ഇങ്ങനെ വെച്ചു. ഒരു ദിവസം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ കെയർലെസ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ കൊണ്ട് ഒരു ഫോൺ എന്ത് ചെയ്തു, ഷോപ്പിൽ നിന്ന് താഴെ വീണ് പൊട്ടി. അത് സംഭവം ഇവൻ അത് ഡീൽ ചെയ്യുന്നത് എന്താ, അത്രയും കെയർലെസ് ആയിട്ടാണ്, അങ്ങനെയാണ് ഇത് പൊട്ടിയത്. ഇവൻ ആകെ പാനിക്കായി. കാരണം 35 രൂപ ഉണ്ട് ആ ഫോണിൻ്റെ വില, 35,000 രൂപ. അപ്പോൾ ഇവൻ ഏകദേശം അന്ന് രാത്രിയായിരുന്നു. അന്ന് രാത്രി എന്നെ വിളിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇവൻ ആകെ ടെൻഷനായിട്ടാടാ എന്താ ചെയ്യുക, നമുക്കൊന്ന് ചായ കുടിക്കാൻ പുറത്തിറങ്ങിയാലോ. അങ്ങനെ ആ പുറത്തിറങ്ങി ചായ കുടിക്കുന്ന ആ ടൈമിന് ഇവൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കുറച്ചും കൂടി ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടി, എന്തോ ഒരു ഓളത്തിൽ അങ്ങ് പറ്റിപ്പോയി. ഞാൻ ശരിക്കും ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് താഴെ പോകുമൊന്നുമില്ല. ഞാൻ എന്തോ അങ്ങനെ അങ്ങ് ആയിപ്പോയിടാ, എന്താ ഇനി ചെയ്യുക. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഓൾറെഡി മാനേജറുടെ കണ്ണിൽ ഇനി എന്താണ്, ഒന്നും ചെയ്യാത്ത ഒരു ഉഴപ്പനാണ്. ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെ പണി അവിടുന്ന് പോവും, പ്ലസ് ഈ പൈസയും മിക്കവാറും കൊടുക്കേണ്ടി വരും. അത് സാറിൽ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് നാളെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ പിറ്റേന്ന് അവിടെ പോയപ്പോൾ മനു സാറുണ്ട് നേരെ മുന്നിൽ. ഇവൻ എന്ത് ചെയ്ത് ഇങ്ങനെ ഇടിക്കുക, എന്നോട് ആ കഥ പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഓർമ്മയുണ്ട്, ഇങ്ങനെ ഇടിക്കുക. അപ്പോൾ മനസ്സാർ എടുത്തു പോയി. ആൻഡ് ഒന്നും ഇവന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവനിങ്ങനെ, സാറേ ഞാൻ ഇന്നലെ, അപ്പോൾ മനസ്സാർ പറഞ്ഞു ഓനിപ്പോൾ മനസ്സാർ എന്ന് പറഞ്ഞാൽ ദൈവ. കാരണം അന്ന് മനസ്സാർ ഓനോട് പറഞ്ഞേ, എടാ സംഭവം നീ ഇങ്ങനെയൊക്കെ ഉഴപ്പിയിട്ടുണ്ട്, എനിക്കത് നല്ലോണം അറിയാം. ഇന്നലെ നീ കാരണം ഇവിടെ ഒരു 35,000 രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്, അതും എനിക്കറിയാം. പക്ഷേ ഇതിൻ്റെ പേരിൽ ഞാൻ നിന്നെ പണിഷ് ചെയ്യുന്നില്ല. നീ ജീവിതത്തിൽ ഒരു സാധനം റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു 35,000 രൂപ അങ്ങ് ചിലവഴിച്ച് എന്ന് ഞാൻ വിചാരിച്ചോളാം. ആ നഷ്ടം ഞാൻ നികത്തിക്കോളാം. നീ ഇനിയെങ്കിലും ഇവിടെ നല്ല രീതിക്ക് വർക്ക് ചെയ്യണമെന്ന് മനു സാർ അവനോട് പറഞ്ഞപ്പോൾ ഇവനോട് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം ലൈഫിൽ അല്ലെങ്കിൽ ഫാമിലിയിൽ അടുത്ത വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ മരിച്ചപ്പോൾ പോലും ഇവന് കണ്ണുനീര് വരാത്ത ഇവന് അന്ന് കരഞ്ഞു പോയി. ഓനത് പറഞ്ഞത് ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നത്. അത്രയ്ക്കുള്ള ഒരു സംഭവമായിരുന്നു മനുസാർ. അതിനുശേഷം മനുസാറിന് ഓന് ഭയങ്കര കാര്യമായിരുന്നു. ആൻഡ് അന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുസാറിൽ അല്ലെങ്കിൽ മനുസാറെ ഏൽപ്പിച്ച മനുസാർ അവനോട് കാണിച്ച ആ ഒരു സ്നേഹത്തിൽ, വിശ്വാസത്തിൽ ഇവന് ഭയങ്കരമായിട്ടൊരു സാധനം കയറി. ഇവൻ പിന്നെ അവിടുത്തെ ബെസ്റ്റ് എംപ്ലോയി ആയിട്ട് മാറിയായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ദിവസം പോലും അവൻ ലീവ് എടുത്തില്ല. പല സ്ഥലത്ത് പോകാൻ വേണ്ടി ഞാൻ വിളിച്ചപ്പം വർക്കിൻ്റെ പേര് പറഞ്ഞ് അവൻ പോരാണ്ടിരുന്നു. രാവിലെ ഷോപ്പ് തുടങ്ങുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ ആദ്യം അവിടെ എത്തുന്ന ആളായിട്ട് അഭിമാറി, ആൻഡ് ലാസ്റ്റ് ഇറങ്ങുന്ന ആളായിട്ട് അഭിമാറി. അവിടുത്തെ കസ്റ്റമേഴ്സിനെ ഏറ്റവും ബെസ്റ്റായിട്ട് ഡീൽ ചെയ്യുന്ന ഒരാളായിട്ട് അവൻ മാറി. അവൻ ചെയ്തത് എന്താണ്? കഴിഞ്ഞു പോയ തെറ്റുകൾ, കഴിഞ്ഞു പോയ മിസ്റ്റേക്കുകൾ അവൻ തിരുത്താൻ തയ്യാറായി, അവൻ മാറാൻ തയ്യാറായി. ഏറ്റവും മോശമായിട്ടുള്ള ഒരു എംപ്ലോയിയിൽ നിന്നും ഇന്ന് ആ ഷോപ്പിലെ ആ ബ്രാഞ്ചിലെ ഏറ്റവും അധികം സാലറി വാങ്ങുന്ന ഒരാളായിട്ട് അഭിമാറാനുണ്ടായ കാരണം അതാണ്. അവൻ പറ്റിയ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി തിരിച്ചു വന്നു എന്നുള്ളതാണ്. മക്കളെ,
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മുന്നേ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആസ് എ ടീച്ചർ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എക്സാമിൽ നിങ്ങൾ നല്ല രീതിക്ക് ഫെയിലായി അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു. ആസ് എ ടീച്ചർ ഞാൻ പറയുന്നു, സാറിലടാ പോട്ടെ, ക്ഷമിക്കാം, അത് പോട്ടെ സാറില. നിങ്ങളുടെ പേരൻസും നിങ്ങളോട് പറയും, സാറിലടാ പോട്ടെ, അത് പോട്ടെ, അത് കഴിഞ്ഞു. നിങ്ങളും നിങ്ങളോട് പറ, സാറില്ല, അത് പോട്ടെ, അത് കഴിഞ്ഞു, ഒരു തെറ്റ് പറ്റിപ്പോയി. പക്ഷേ ഇനി ഈ സെയിം മിസ്റ്റേക്ക് ഞാൻ ഉറപ്പിക്കില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഉറപ്പ് കൊടുക്കണം. പറ്റിയ തെറ്റ് വീണ്ടും ആവർത്തിക്കുന്നവൻ ഒരിക്കലും ഒരു മനുഷ്യനല്ല എന്ന് ഞാൻ പറയും. ഒരിക്കലും ഒരു മനുഷ്യനല്ല എന്ന് ഞാൻ പറയും. സോ പരീക്ഷ കഴിഞ്ഞു, എന്തോ ആയിക്കോട്ടെ, വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാം ഇങ്ങനെ ആവാൻ നമ്മൾ അനുവദിക്കരുത്. ചത്താലും അതിന് നമ്മൾ അനുവദിക്കരുത്. അതിന് നിങ്ങളെ കൈ പിടിച്ചുയർത്താൻ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു സിസ്റ്റം വേണം, അക്കാഡമിക് സിസ്റ്റം വേണം. ആൻഡ് നിങ്ങൾക്ക് ഓരോ തവണ നിങ്ങൾ വീഴുമ്പോഴും കൈ പിടിച്ചുയർത്താൻ കഴിവുറ്റ പ്രഗത്ഭരായ ഫാക്കൽറ്റീസും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിൽ നിങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പർ നിങ്ങളായി മാറുമെന്ന് ഞാൻ 100% ഉറപ്പ് തരുന്നു. അതിനുവേണ്ടി മാത്രമാണ് ഈ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒക്കെ മറികടക്കാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ അക്കാഡമിക് സിസ്റ്റവും അടിപൊളി ഫാക്കൽറ്റീസിനെയും ഒക്കെ തരാൻ വേണ്ടി മാത്രമാണ് എഡ്യൂപോർട്ട് പ്രീ ബൂസ്റ്റർ ബാച്ച് ആരംഭിക്കാൻ പോകുന്നത്. ആൻഡ് എത്രയും പെട്ടെന്ന് നിങ്ങളതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മുന്നേ നടന്ന എന്തൊക്കെ മിസ്റ്റേക്കുകളാണോ നടന്നത് അതെല്ലാം മറന്നുകൊണ്ട് വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിന് ക്ലാസ്സിലെ ടോപ്പറായിട്ട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഈ വീഡിയോ കാണുന്ന ബിലോ ആവറേജ് എന്ന് നീ തന്നെ പല തവണ നിന്നെക്കുറിച്ച് വിധി എഴുതിയ നീ തന്നെ വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിന് നിൻ്റെ ക്ലാസ്സിലെ ടോപ്പർ ആവൂടാ. അത് നീ ആയിട്ട് എന്നെ അതുപോലെ നിനക്ക് ഇഷ്ടപ്പെട്ട മറ്റ് ഫാക്കൽറ്റീസിനെ ഒക്കെ നീ മെസ്സേജ് അയച്ചും വിളിച്ചും ആ ഒരു സന്തോഷം പങ്കിടുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോഴും കാത്തിരിക്കുന്നത്. ആൻഡ് എന്തൊക്കെയാണ് പ്രീ ബൂസ്റ്റർ ബാച്ചിൻ്റെ പ്രത്യേകതകൾ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒക്ടോബർ നവംബർ മാസത്തോടെ നമ്മൾ ക്രിസ്മസ് എക്സാമിനുള്ള സകല പോർഷനും കംപ്ലീറ്റ് ചെയ്യും. ഈ ഒരു ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്ക് തന്നെ നമുക്ക് ക്രിസ്മസ് എക്സാമിന് ഏതൊക്കെയാണോ ചാപ്റ്റർ വരുന്നത് അത് മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് പക്ഷേ അപ്പോൾ പോലും നിങ്ങൾക്ക് എന്താണ് ഓണം എക്സാമിൻ്റെ പോർഷനൊക്കെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും, അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടം പോലെ അത് എടുത്തു വെച്ച് കാണാം എന്നുള്ളതാണ്. അടുത്തത് ഡിസംബറിൽ നമ്മൾ റിവിഷൻ അയക്കും. നിങ്ങൾക്കറിയാം ഏകദേശം 10-ാം തീയതി കഴിയുമ്പോഴേക്ക് നമുക്ക് പിന്നെ ക്രിസ്മസ് എക്സാം തുടങ്ങും. അതിൻ്റെ മുന്നേ ഈ ഡിസംബർ തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ അടിപൊളിയായിട്ട് റിവിഷൻ നടത്തും. ആൻഡ് മോഡൽ എക്സാമും നിങ്ങൾക്ക് നടത്തും പുതിയ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള. ആൻഡ് സിലബസ് എന്താണ്, നമ്മൾ ജനുവരി 30 ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് സിലബസ് മുഴുവൻ ഷെഡ്യൂൾ തന്നു തീർക്കും. അതായത് മോനെ ഇന്ന് നീ ഇതാണ് പഠിക്കേണ്ടത്, മറ്റന്നാൾ നീ ഇതാണ് പഠിക്കേണ്ടത്, മാത്സിലെ ഇന്നതാ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞ് കറക്റ്റ് നിനക്ക് ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ദിവസവും നിനക്ക് പഠിക്കാനുള്ളത് കുറച്ചായിട്ട് തന്നിട്ട് നീ പോലും അറിയാതെ നീ എന്താണ് ജനുവരി 30 ആകുമ്പോഴേക്ക് സിലബസ് മൊത്തം പഠിച്ചു തീർക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. ആൻഡ് ഫെബ്രുവരി മാർച്ച് എന്ന് പറയുന്ന മാസം നമുക്ക് എത്ര ദിവസമാണോ കിട്ടുന്നത് അത്രയും ദിവസം എന്തിനുള്ള റിവിഷന് വേണ്ടി മാത്രമുള്ളതാണ്. റിവിഷൻ ആയിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾക്ക് മോഡൽ എക്സാമുകളും ഉണ്ടാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത്. നിങ്ങൾ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം പ്രധാനപ്പെട്ട ഒരു എക്സാം എഴുതാൻ പോകുന്നത്. അതിന് നിങ്ങൾക്ക് മോഡൽ എക്സാം എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മോഡൽ എക്സാം ലഭിക്കും. ആൻഡ് എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത് 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾക്കിപ്പോൾ ഒരു ചാപ്റ്ററാണിത് എന്ന് വിചാരിക്കുക. ആൻഡ് ആ ചാപ്റ്ററിനെ ഒരുപാട് ടോപ്പിക്കുകളായി നമ്മൾ ഡിവൈഡ് ചെയ്യും. ഈ ടോപ്പിക്കിൻ്റെ അടിയിലൊക്കെ ഒരുപാട് സബ് ടോപ്പിക്കുകൾ ഉണ്ടാവും. ഈ സബ് ടോപ്പിക്കുകൾ ഓരോ വീഡിയോസ് ആയിരിക്കും. ഓക്കെ, സോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെ ഈ വീഡിയോൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവും. അതുപോലെ ഓരോ സബ് ടോപ്പിക്കിൻ്റെയും കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവും. ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടോപ്പിക്കിന് മൊത്തമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. അത് ചെയ്യുന്നതിലൂടെ ഈ ടോപ്പിക്കിൽ എന്തൊക്കെയാണോ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചത് അത് മുഴുവൻ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. ആൻഡ് ഇത് മൊത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എക്സാം അവിടെയും ഉണ്ടാവും ഫുൾ ചാപ്റ്റർ ടെസ്റ്റ്. ആ ഒരു ചാപ്റ്ററിൻ്റെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടെസ്റ്റുകൾ, അങ്ങനെ പലതരം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നത്. ആൻഡ് 3 സെറ്റ് ഓഫ് എക്സാംസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. AI ഡൗട്ട് ക്ലിയറൻസ്, ജസ്റ്റ് AIനോട് ഡൗട്ട് ചോദിക്കുക, അവർ തിരിച്ച് പറയുന്നു വളരെ ക്വിക്കായിട്ട്, അങ്ങനത്തെ ഒരു സംഭവം. ആൻഡ് സബ്ജക്ട് വൈസ് ക്ലബ്ബുകൾ, ഇത് നിങ്ങൾക്ക് അറിയാണ്ടാവും. നമുക്ക് വാട്സപ്പിൽ അർജൻറ്റീനയുടെ ഗ്രൂപ്പ് ഉണ്ടാവും, അതുപോലെ വേറെ എന്തെങ്കിലും ഒരു പിന്നെ റൊണാൾഡോയുടെ ഗ്രൂപ്പ് ഉണ്ടാവും. ഇങ്ങനെ പല ഗ്രൂപ്പ് ഉണ്ടാവും. അതുപോലെ നമുക്ക് സബ്ജക്ട് വൈസ് ക്ലബ്ബുകൾ ഉണ്ടാവും ആപ്പിൽ. മാത്സ് ക്ലബ്ബ്, ഹിന്ദി ക്ലബ്ബ്, അങ്ങനെ പലതും ഉണ്ടാവും. മാത്സ് ക്ലബ്ബിൽ നിങ്ങൾക്ക് മാത്സ് ഡിഫിക്കൽട്ട് ആവാനുള്ള സകല സാധനങ്ങളും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നിങ്ങളെ അവിടുന്ന് കൈ പിടിച്ചുയർത്താൻ
ചേർത്താനുള്ള സാധനങ്ങൾ അവിടെ ലഭിക്കുമെന്നുള്ളതാണ്. ആൻഡ് മെൻറ്ററിങ്, നിങ്ങൾക്കൊരു മെൻറ്ററിങ് അത്യാവശ്യമാണ്. കാരണം നിങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്. സോ നിങ്ങൾ പഠിക്കുന്നുണ്ടോ, പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, അവിടെ നിങ്ങൾക്ക് ഇമോഷണലി ഒരു സപ്പോർട്ട് തരാൻ, ഏത് രീതിയിലും ഒരു സപ്പോർട്ട് തരാൻ ഒരു മെൻറ്റർ നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടാവും. അവരിടയ്ക്ക് നിങ്ങളെ വിളിക്കും, നിങ്ങളുടെ പാരൻസിനെയും വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കും. സോ നിങ്ങൾക്ക് എന്താണ്, ഒരാൾ എല്ലാം കാണാനും നോക്കാനും പറയാനും അറിയാനും അറിയിക്കാനും വേണ്ടിയിട്ട് ഒരു മെൻറ്റർ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ആൻഡ് 2 ടൈപ്സ് നോട്ടുകളും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രീ ബൂസ്റ്റർ ബാച്ചിൻ്റെ പ്രത്യേകതകൾ. സോ പുതിയ എക്സാം പാറ്റേൺ അനുസരിച്ചുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. മക്കളെ, നോട്ട് ചെയ്യേണ്ടത് ഒക്ടോബർ 23 വരെ മാത്രമേ നമുക്ക് ഈ ഒരു പ്രൈസ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരും. സോ ഞാൻ ഈ ഒരു പ്രീ ബൂസ്റ്റർ ബാച്ചിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതിൽ വെറും 15 സെക്കൻഡ് എടുക്കും അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ. സോ നിങ്ങളുടെ പാരൻസിൻ്റെയും നിങ്ങളുടെയും ഡ്രീമിനെ കുറിച്ച് കുറച്ചെങ്കിലും സീരിയസ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഒരു 15 സെക്കൻഡ് എടുത്തുകൊണ്ട് ആ ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൈസ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ ഫോം ഫില്ല് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കിട്ടൂ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ഏതൊരു മനുഷ്യൻ തനിക്ക് പറ്റിയ തെറ്റ് വീണ്ടും ആവർത്തിക്കുന്നുവോ അവനൊരു മനുഷ്യനല്ല എന്ന് ഞാൻ പറയും. നമുക്ക് കുറേ തെറ്റുകൾ, മിസ്റ്റേക്കുകൾ, പാളിച്ചകൾ ഉണ്ടായി ഓണ പരീക്ഷയ്ക്ക്. അത് നീ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ, ക്രിസ്മസിനവധി നീ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ നീ വലിയ വില കൊടുക്കേണ്ടി വരും. നീ വലിയ കണ്ണീരിൽ അകപ്പെടും. നീ ഒരു മനുഷ്യനല്ല എന്ന് ഞാൻ പറയും. കാരണം പറ്റിയ തെറ്റ് മനസ്സിലാക്കിയിട്ട് അത് ചൂണ്ടിക്കാണിച്ച് തന്നിട്ട് അത് ഉൾക്കൊണ്ടിട്ട് എന്നിട്ട് പോലും ആ ഇരിക്കുന്നിടത്ത് നിന്ന് എണീച്ചിട്ട് പണിയെടുക്കാൻ നീ തയ്യാറല്ലെങ്കിൽ പിന്നെ നീ എന്താണ് ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്? ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. എൻ്റെ അബി എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ കഥയിലേക്ക് ഞാൻ തിരിച്ചു പോകുമ്പോൾ അവൻ ആ ഒരു പോയിന്റിൽ റിയലൈസ് ചെയ്തു അവൻ്റെ തെറ്റുകൾ, അവൻ മാറി, അതിനുള്ള ഗുണം അവനുണ്ടായി. ഇപ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നു, നിങ്ങൾ മാറാനുള്ള സമയമാണിത്. നിങ്ങൾ മാറാൻ തീരുമാനിച്ച പിന്നെ ഈ ലോകത്ത് ഒന്നിനും നിങ്ങളെ തടുക്കാൻ പറ്റില്ല. സോ നിങ്ങൾ മാറ്റത്തിന് റെഡിയാണോ ഇല്ല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരുപാട് കുട്ടികൾ ഇപ്പോഴും വീഡിയോ ലൈക്ക് ചെയ്യാത്തതുണ്ട്. ജസ്റ്റ് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു സീരിയസ്നെസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിലേക്ക്, അല്ലെങ്കിൽ പഠിക്കാതെ നടക്കുന്ന ആ ഒരു പഠനത്തിൻ്റെ സീരിയസ്നെസ് ഇല്ലാത്ത നിൻ്റെ ആ ഒരു ഫ്രണ്ടിലേക്കും നീ ഇത് അയച്ചു കൊടുക്കുക. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, നീ സീരിയസ് ആണെങ്കിൽ, നിനക്കിതൊന്നും തമാശയല്ലെങ്കിൽ, കുട്ടിക്കളി അല്ലെങ്കിൽ, നീ വെറും 15 സെക്കൻഡ് നിനക്കും നിൻ്റെ ഫാമിലിക്കും വേണ്ടി ചിലവഴിക്കാൻ നീ തയ്യാറാവണം. ജസ്റ്റ് പ്രീ ബൂസ്റ്ററിൻ്റെ ഫോം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ആ കാര്യങ്ങളൊന്ന് ഫില്ല് ചെയ്യുക. സോ മാറാൻ നമ്മൾ റെഡിയാണെങ്കിൽ തടുക്കാൻ ആരെ കൊണ്ടും പറ്റൂല. മാർക്ക് മൈ വേർഡ്സ്. സി യു. ബൈ.